ജോസഫ് വാഴക്കൻ സ്ഥാനാർത്ഥിയാവുമെന്ന കരുതലിൽ നൂറുകണക്കിന് ഫ്ലക്സ് ബോർഡുകളും ഒപ്പം തന്നെ 1,00,000-ഓളം പോസ്റ്ററുകൾ, 10,000-ഓളം കൊടികൾ, അങ്ങനെ വിവിധ ഘടകകക്ഷികളുടെ കൊടികൾ, അങ്ങനെ എല്ലാം വലിയ തോതിൽ തന്നെ ഇറക്കിയിരുന്നു. പക്ഷേ ജോസഫ് വാഴക്കൻ സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടി തന്നെ ഇതൊക്കെ അനാഥമായി കിടക്കുകയാണ്, അങ്ങനെ കെട്ടി കിടക്കുകയാണ് ഇതെല്ലാം എന്നുള്ളതാണ്. നല്ല നാടിനായി നമ്മളിൽ ഒരാൾ ജോസഫ് വാഴക്കനെ വിജയിപ്പിക്കുക എന്നതാണ് UDF-ന്റെ കൈപ്പത്തി ചിഹ്നമുണ്ട UDF സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള വലിയൊരു നല്ല പോസ്റ്ററുകളാണ് ഇതൊക്കെ ചുമരുകൾ പതിക്കേണ്ടതാണ്. 1,00,000 കോപ്പികളാണ് ഇത്തരത്തിൽ അടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് ഈ സൈഡുകളിലൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊട്ടിക്കാത്തത് എങ്ങനെ ആ പാക്കറ്റ് കണക്കിന് കെട്ട് കണക്കിന് പോസ്റ്ററുകൾ ഇങ്ങനെ ഇവിടെ അടുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് നൂറുകണക്കിന് ഫ്ലക്സ് ബോർഡുകളാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ എവിടെയും, അതായത് ഏറ്റുമാനൂരാണെന്ന് ഉറപ്പ് വാഴക്കലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ഏത് മണ്ഡലത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നില്ല. മണ്ഡലം വെച്ചില്ല, അത് ഏതെങ്കിലും മണ്ഡലമാണെങ്കിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഒട്ടിക്കാമല്ലോ. അപ്പോൾ ഏറ്റുമാനില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് ജോസഫ് വാഴക്കൻ പ്രതീക്ഷിച്ചു കാണും. അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് ക്യാമറയൊക്കെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ചാക്കുകളിൽ മുഴുവൻ കൊടികളാണ്. എല്ലാ ഘടകകക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള 10,000 കൊടികൾ ഈ ചാക്കുകളിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നു എന്നുള്ള 1, 2, 3, 4 ചാക്കുകൾ മുഴുവനും കൊടികളാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ കൊടിയുണ്ട്, ഘടകകക്ഷികളുടെ മറ്റെല്ലാ പാർട്ടികളുടെയും കൊടികളൊക്കെ തന്നെ അവർ കൊണ്ടുവന്നിരുന്നു. ഇത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമായിരുന്നു. ഒരു റോഡ് ഷോ അടക്കം അവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായില്ല. ജോസഫ് വാഴക്കന് സീറ്റും കിട്ടിയില്ല. അതിൻ്റെ ഒരു പ്രതികരണം, അതിൻ്റെ ഒരു പ്രതിഷേധം തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന. ഇനി ഇതൊക്കെ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയവരും ആലോചിക്കുന്നുണ്ടാവുക. ഇത്തരത്തിൽ എങ്ങനെ എത്ര കെട്ടുകണക്കിന് പോസ്റ്ററുകളല്ലേ ഇങ്ങനെ ജോസഫ് വാഴക്കൻ്റെ പേരിൽ UDF സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നല്ല നാളേക്കായി, നല്ല നാടിനായി നമ്മളിൽ ഒരാൾ ജോസഫ് വാഴക്കനായിരുന്നു. പക്ഷേ ആ ജോസഫ് വാഴക്കൻ നമ്മളിലൊരാൾ ആ ജോസഫ് വാഴക്കന് സീറ്റ് UDF എന്തായാലും കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നൂറുകണക്കിന് ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളുണ്ട്. ആ ഫ്ലക്സ് ബോർഡുകളും ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതെല്ലാം കൂടി എന്ത് ചെയ്യും എന്ന കാര്യത്തിൽ തന്നെയാണ് ഒരു വ്യക്തതയില്ലാത്ത. എന്തായാലും ഇതെല്ലാം ഇവിടെ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്, അനാഥമായി കിടക്കുകയാണ്. അതായത് നാഥനില്ലാത്ത കളരി എന്നൊക്കെ പറയുന്നത് പോലെ അനാഥമായി കിടക്കുകയാണ്. ജോസഫ് വാഴക്കിന് വേണ്ടി വെച്ചടിച്ച 1,00,000-ഓളം വരുന്ന പോസ്റ്ററുകളും, നൂറുകണക്കിന് ഫ്ലക്സ് ബോർഡുകളും, 10,000-ത്തിലധികം വരുന്ന കൊടികളും, അതെല്ലാം ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊന്നും ആർക്കും ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുകയാണ്.